ഇറക്കുമതി തീരുവയ്ക്ക് പിന്നാലെ അമേരിക്കയിലേക്കുള്ള യാത്ര നിയന്ത്രണം കടുപ്പിക്കാനൊരുങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 41 രാജ്യങ്ങളെ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചു വിസ വിലക്കേർപ്പെടുത്താനാണ് നീക്കം. ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, സിറിയ, ക്യൂബ, ഉത്തര കൊറിയ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ആദ്യ ഗ്രൂപ്പിലെ 10 രാജ്യങ്ങൾക്ക് പൂർണ്ണമായ വിസ വിലക്കേർപ്പെടുത്തും. രണ്ടാമത്തെ ഗ്രൂപ്പിൽ എറിത്രിയ, ഹെയ്തി, ലാവോസ്, മ്യാൻമർ, ദക്ഷിണ സുഡാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയും സ്റ്റുഡന്റ് വിസയും ഭാഗിക സസ്പെൻഷനുകൾ നേരിടേണ്ടിവരും. മൂന്നാമത്തെ ഗ്രൂപ്പിൽ പാകിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമർ എന്നിവയുൾപ്പെടെയുള്ള 26 രാജ്യങ്ങൾ 60 ദിവസത്തിനുള്ളിൽ അവരുടെ സർക്കാരുകൾ പോരായ്മകൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ വിസ നൽകുന്നത് ഭാഗികമായി നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കുമെന്ന് മെമ്മോയിൽ പറയുന്നു. പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ഭരണകൂടം ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 7 ഭൂരിപക്ഷ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടൈം വിലക്കേർപ്പെടുത്തിയിരുന്നു. 2018-ൽ സുപ്രീം കോടതി ഇത് ശരിവയ്ക്കുന്നതിന് മുമ്പ് നിരവധി തവണ ആവർത്തിച്ച നയമാണിത്. ദേശീയ സുരക്ഷാ ഭീഷണികൾ കണ്ടെത്തുന്നതിന് യു.എസിലേക്ക് പ്രവേശനം തേടുന്ന ഏതൊരു വിദേശിയുടെയും സുരക്ഷാ പരിശോധന ശക്തമാക്കണമെന്ന് ജനുവരി 20-ന് ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചു. ട്രംപിന്റെ നിർദ്ദേശം അദ്ദേഹത്തിന്റെ രണ്ടാം വരവിന്റെ തുടക്കത്തിൽ ആരംഭിച്ച കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമാണ്.